കൊല്ലം ചിന്നക്കടയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് കവർന്നിരിക്കുന്നത്. പുലർച്ചെ 4 മണിക്കാണ് മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാക്കൾ പണം കവർന്നത്. ശുചിമുറിയുടെ വിടവിലൂടെയാണ് സംഘം അകത്ത് കടന്നത്. മോഷ്ടാക്കളുടെ ദൃശ്യം ന്യൂസ് മലയാളത്തിന് കിട്ടി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, മോഷ്ടാക്കളെ പിടികൂടാനായിട്ടുണ്ടോ? പോലീസിന് 15 ലക്ഷം രൂപയാണ് കവർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ലക്ഷ്മി പത്മ, കഴിഞ്ഞ ദിവസം പുലർച്ചെ ചിന്നക്കട അയ്യപ്പ ബാങ്കിൽസിൽ നിന്നാണ് ഈ 15 ലക്ഷം രൂപ കവർന്നിരിക്കുന്നത്. ഈ കൗണ്ടറിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. ഈ കടയുടെ താക്കോൽ മേശപ്പുറത്ത് വെച്ചിരുന്നു എന്നാണ് ഉടമ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഷട്ടറും വാതിലും ഒന്നും പൊളിക്കാതെ പിൻവശത്തുള്ള ശുചിമുറിയുടെ ഇരുമ്പ് വാതിലിന്റെ മുകളിലത്തെ വിടവിലൂടെ കവർച്ചാ സംഘത്തിലെ ഒരു അംഗം നൂഴ്ന്നു കടക്കുകയായിരുന്നു. ഇതിനുശേഷം കടയിൽ ഇറങ്ങിയ അവർ ചുമരിൽ തൂക്കിയിട്ടിരുന്ന താക്കോൽ എടുത്തു. വാതിൽ തുറന്ന് സംഘത്തിലെ മറ്റ് 2 പേരെ അകത്തേക്ക് കയറ്റി. ഇതിനുശേഷമാണ് ഇവർ മോഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും കട സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് ഈ മോഷ്ടാക്കളെന്ന് പോലീസ് സംശയിക്കുന്നു. പിൻവശത്തെ ശുചിമുറി ഉണ്ട്, ഇവിടെ ഒരു ഇടനാഴി ഉണ്ടെന്നും അവിടെ എത്താൻ കഴിയുന്നതും അധികമാർക്കും അറിയില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും നഗരത്തിൽ CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുള്ളത്. എന്തായാലും കടയ്ക്കുള്ളിൽ പ്രവേശിച്ച മോഷ്ടാക്കൾ അകത്ത് കടന്ന ശേഷം ഷട്ടർ തുറന്നുകൊടുത്ത് മോഷ്ടാക്കളെ കടയ്ക്കുള്ളിൽ കയറ്റി മോഷണം നടത്തി അതിവിദഗ്ധമായി പൂട്ടിയ ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും മോഷ്ടാക്കൾ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. പുലർച്ചെ 4-നും 4:50-നും ഇടയിലാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത്. 3 ദിവസത്തെ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള പണമാണ് കടയിൽ സൂക്ഷിച്ചിരുന്നെന്നാണ് ഈ കടയുടമ കൊല്ലം ഈസ്റ്റ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ, കൂടുതൽ CCTVകൾ എന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിനുശേഷം മോഷ്ടാക്കളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുൾ ആണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.